മക്കളെ, ഇനി നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പോണൻസിൻ്റെ റൂൾസാണ്. കുറച്ച് റൂൾസ് സാറ് ഇവിടെ പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ അതൊക്കെ ഓർത്തിരിക്കാനുള്ള ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ സാറ് വഴിയെ പറഞ്ഞു തരാം. അപ്പം മക്കൾ ബേസിക് ആയിട്ട് സാറ് പറയുന്ന ചില പോയിൻറ്റ്സുകൾ മക്കൾ എഴുതി വയ്ക്കുക. ലോ ഓഫ് എക്സ്പോണൻസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനെ ബേസ് എന്നാണ് പറയുന്നത്. ഇതിനെ നമ്മൾ പവർ എന്ന് പറയും. ബേസ് സെയിം ആണെങ്കിൽ പവർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം ബേസ് സെയിം ആണെങ്കിൽ പവർ ആഡ് ചെയ്യാം. അതുകൊണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഇനി എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ആണെങ്കിൽ നമുക്കതിനെ എ റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 ക്യൂബ് ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇതിനെ നമുക്ക് 2 റേസ് ടു 6 എന്ന് പറയാം. 2 റേസ് ടു 3 ദ ഹോൾ സ്ക്വയർ നമുക്ക് ഈ 3യും 2ഉം മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 റേസ് ടു 6 എന്ന് പറയാൻ പറ്റും. അപ്പം ജനറൽ ആയിട്ട് പറഞ്ഞാൽ എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. ഇനി അതുപോലെ തന്നെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിലോ ഇതിനെ നമ്മൾ എ റേസ് ടു എം മൈനസ് എൻ എന്നാണ് പറയുന്നത്. ഈ ഡിനോമിനേറ്ററിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പം അതിൻ്റെ പവർ മൈനസ് ആവും, നേരെ ഓപ്പോസിറ്റ് ആവും. സാർ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് 2 ക്യൂബ് ബൈ 2 റേസ് ടു 2 ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. 2 ക്യൂബ് ഇൻറ്റു 2 റേസ് ടു മൈനസ് 2 എന്ന് വരും. ഈ ബേസ് ഡിനോമിനേറ്ററിൽ ഉള്ള പവർ നേരെ ഓപ്പോസിറ്റ് ആവും. പിന്നീട് നമ്മുടെ റൂള് വെച്ച് ബേസ് സെയിം ആയതുകൊണ്ട് പവർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് 2 റേസ് ടു 3 മൈനസ് 2 എന്ന് പറയാം. ഇതിനെ 2 റേസ് ടു 1 എന്ന് പറയാം, 2 എന്ന് പറയാം. അതാണ്. അപ്പോൾ ജനറലി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. അത് മക്കൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അതുപോലെ തന്നെ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ആണെങ്കിലോ ഇവിടെ ബേസ് ഡിഫറൻ്റ് ആണ്. ബേസ് എയും ബിയും ആണ്, പക്ഷേ പവർ സെയിം ആണ്. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം പവർ സെയിം ആണെങ്കിൽ ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പ്രാവശ്യം പവർ ഇട്ടാൽ മതി. അതായത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ ബി ദ ഹോൾ റേസ് ടു എം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3. ഇതിൻ്റെ ബേസ് ഡിഫറൻ്റ് ആണ്, പവർ സെയിം ആണ്. ഇതിനെ നമുക്ക് 2 ഇൻറ്റു 3 ദ ഹോൾ റേസ് ടു 3 അല്ലെങ്കിൽ നമുക്ക് 6 റേസ് ടു 3 എന്ന് പറയാം. അപ്പോൾ 6നെ 3 പ്രാവശ്യം 6 ഇൻറ്റു 6 ഇൻറ്റു 6 216 ആയിരിക്കും എൻ്റെ ആൻസർ. അപ്പം നമ്മളിത് ഓർത്തിരിക്കുക. എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു എം. അത് നമ്മൾ ഓർത്തിരിക്കണം. നെക്സ്റ്റ് എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1 ബൈ എ റേസ് ടു എം ആണ്. അത് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ 1 ബൈ വന്നു കഴിഞ്ഞാൽ ഇതിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പം ഈ പവർ നെഗറ്റീവ് ആവുമെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ അത് 1 ബൈ എ റേസ് ടു എം എന്ന് നമുക്ക് എഴുതാം. ഇനി വേറൊരു എക്സാമ്പിൾ എ ബൈ ബി ദ ഹോൾ റേസ് ടു മൈനസ് എമ്മിനെ ശ്രദ്ധിക്കണം. ഇവിടെ എ ബൈ ബി ആണ് കിടക്കുന്നത്, പക്ഷേ ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇത് പോസിറ്റീവ് ആക്കാം. അതായത് എ ബൈ ബി റേസ് ടു മൈനസ് എം, ആ മൈനസ് എമ്മിനെ പ്ലസ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് നേരെ ഇതിനെ തിരിച്ച് ബി ബൈ എ എന്നിട്ടാൽ മതി. അപ്പോൾ എ ബൈ ബി ദ ഹോൾ റേസ് ടു മൈനസ് എം ഈസ് ഈക്വൽ ടു ബി ബൈ എ ദ ഹോൾ റേസ് ടു എം. ആ എമ്മിനെ നമുക്ക് പോസിറ്റീവ് ആക്കാം, ഈ എ ബൈ ബിയെ തിരിച്ചിട്ടാൽ മതി. അതുപോലെ തന്നെ നമുക്ക് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. അതായത് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ബൈ ബി റേസ് ടു എം എന്ന് എഴുതാം. ഇനി ലാസ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. എ റേസ് ടു 0 ഈസ് ഈക്വൽ ടു 1. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും അറിയത്തില്ല. എ റേസ് ടു 0 ഈക്വൽ ടു 1.
എന്നാൽ സാർ അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം. പണ്ട് ഇതിനു മുമ്പ് സാറിൻ്റെ ഒരു സ്റ്റോറി പറയാം. സാർ ഈ A⁻0 = 1 എന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി ഒരു ഐഡിയയും കിട്ടിയില്ല. അപ്പോൾ സാർ ഒരുപാട് കുട്ടികളോട് ചോദിച്ചു, ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ ഒരു കുട്ടി സാറിനോട് പറഞ്ഞു, സിമ്പിളായിട്ട് A⁻0 നമുക്ക് A⁻1 × A⁻−1 എന്ന് പറയാം. കാരണം നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ബേസ് സെയിം ആണെങ്കിൽ പവർ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് A⁻1 എന്ന് പറഞ്ഞാൽ A⁻0 തന്നെയാവും. അപ്പോൾ A⁻0 നമുക്ക് A⁻1 × A⁻−1 എന്ന് പറയാം. ഇനി A⁻1 × A⁻−1നെ A⁻1 × 1/A⁻1 എന്ന് പറയാം. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലേ, A⁻−m = 1/A⁻m. അപ്പം അതേ ഇതും കൂടി അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയും കൂടി കട്ട് ചെയ്താൽ എത്രയാണ്? ആൻസർ 1 ആണ്. അതായത് A/A എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പം അത് 1/1 അല്ലെങ്കിൽ നമുക്ക് 1 എന്ന് പറയാം. അപ്പോൾ A⁻0 = 1 എന്ന് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ A⁻0 = 1ൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ A⁻0 = 1 ആകാനുള്ള കാരണം ഇതാണെന്നുള്ളത് വ്യക്തമായിട്ട് മക്കളങ്ങ് പറയുക. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ സുഹൃത്തുക്കളിലേക്കും മക്കളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ സാറിൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം.